ഹായ് എവരിവൺ, ഇറ്റ്സ് മീ രാഹുൽ. വെൽക്കം ടു മെൻറ്റർ എഫ് എക്സ് യൂട്യൂബ് ചാനൽ. സോ നമുക്ക് ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ അനാലിസിസ് ചെയ്ത മാതിരി തന്നെ നിഫ്റ്റി ആക്ച്വലി നമ്മൾ പ്ലാൻ ചെയ്തത് ഈ ഡേ ലോ ബ്രേക്ക് താഴോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഷോർട്ട് ട്രേഡ് ചെയ്യാം, അല്ലെങ്കിൽ ട്രെൻഡ് ലൈനിൻ്റെ മുകളിൽ വരികയാണെങ്കിൽ നമുക്കൊരു ബൈ സൈഡിലോട്ട് പോകാം എന്നായിരുന്നു. ആൻഡ് നിഫ്റ്റി ഗ്യാപ്പ് അപ്പിലാണ് ഓപ്പൺ ചെയ്തത്. സോ ഗ്യാപ്പ് അപ്പിൽ ആകുമ്പോൾ തന്നെ നമുക്കറിയാം ഇതൊരു മേജർ റെസിസ്റ്റൻസ് ആണ് അല്ലേ, കാരണം ഇതൊരു സപ്പോർട്ടായിരുന്നു, അതിപ്പോൾ റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്നു. സോ റെസിസ്റ്റൻസിൻ്റെ അവിടെ ഒരു ക്യാൻഡിൽ ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ, സോ ആ ക്യാൻഡിൽ ഒരു ബിയറിഷ് ക്യാൻഡിലും കൂടെ ആണെങ്കിൽ നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. മാർക്കറ്റ് പിന്നെ താഴോട്ട് പോകാനുള്ള ചാൻസ് കൂടുതൽ, കാരണം ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ നമുക്കറിയാം 50-50 ആയിരുന്നു. സെക്കൻഡ് ക്യാൻഡിൽ ആ ഒരു ഫസ്റ്റ് ക്യാൻഡിലെ ബോഡിയുടെ താഴെ വരുമ്പോൾ തന്നെ ഞാൻ അതിനെ ഷോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ആ ഒരു ഗ്യാപ്പ് ഫില്ലിങ് ആ ഏരിയ വരെ ഞാനതിനെ ഷോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇവിടുന്ന് ഒരു ലോങ് പൊസിഷൻ കൂടെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ആക്ച്വലി നൗ ആ പൊസിഷൻ എൻ്റെ ഓപ്പണാണ്, എൻ്റെ പൊസിഷൻ ഓപ്പണാണ്. ബട്ട് ഞാനതിനെ നാളെ മേ ബി ഗ്യാപ്പ് ഡൗൺ ആയിരിക്കും. പക്ഷെ ഞാൻ സ്റ്റിൽ ഇപ്പോഴത്തെ സിനാരിയോയിൽ ബുള്ളിഷാണ്. കാരണം എന്താ വെച്ചാൽ മാർക്കറ്റ് ഈ ഒരു ഏരിയയിലാണ് ഗ്യാപ്പ് ഡൗൺ ആയിട്ട് നമ്മൾ ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ നമുക്ക് വീണ്ടും ഇവിടുന്ന് ബൈ ഓൺ ദ ഡിപ്പ് നോക്കാം. ഓക്കെ, ബൈ ഓൺ ദ ഡിപ്പ്, നമുക്ക് സെല്ലിങ്ങിലോട്ട് പോകണ്ട. ഇൻ കേസ് നാളെ ഗ്യാപ്പ് ഡൗൺ ആണെങ്കിൽ ബൈ ഓൺ ദ ഡിപ്പ് നോക്കാം. എന്നിട്ട് നമുക്ക് ഹെഡിങ് ടുവാർഡ്സ് 23,360 ആൻഡ് ഇവിടം വരെ പോകത്തില്ല. 23,457 വലിയ ടാർഗറ്റാണ്. ബട്ട് ഈ ഒരു ഏരിയ വരെ ഇവിടെയൊക്കെ ചെറിയ ചെറിയ ടാർഗറ്റ്സ് ഉണ്ട്. ഓക്കെ, ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ സ്മോൾ ടാർഗറ്റ്സ് എല്ലാം ഇവിടെ എല്ലാം കാണാം. ഇതൊക്കെ മൈനർ സപ്പോർട്ട്സ് ആയിട്ട് ആക്ട് ചെയ്യും ഈ ഒരു ഏരിയ എല്ലാം. സോ നമുക്ക് ചെറിയ പോയിന്റ്സ് എല്ലാം ക്യാച്ച് ചെയ്തിട്ട് 25, 350, 300 ആ ഒരു ഏരിയയിൽ നിന്നൊക്കെ നമുക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ കഴിയും. സോ ഇവിടെയൊക്കെ മൈനർ ടാർഗറ്റ്സ് ഉണ്ട്. സോ ഇപ്പോൾ ഞാൻ ഇത് വരച്ചിടുന്നില്ല, ഒരുപാട് ലൈൻസ് ആവും. സോ അത് നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്താൽ മതി. ഓക്കെ, ബട്ട് നാളത്തെ എൻ്റെ പ്ലാൻ ബൈ ഓൺ ദി ഡിപ്പാണ്. മാർക്കറ്റ് ഗ്യാപ്പ് ഡൗണിലാണ് വീഴുന്നെങ്കിൽ ബൈ ഓൺ ദി ഡിപ്പായിരിക്കും. ഞാൻ എൻ്റെ പൊസിഷൻ ലോങ് ആയിരിക്കും വെക്കുന്നുണ്ടാവുക. കാരണം ഷോർട്ട് സൈഡിലോട്ട് ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ 23,100 താഴെ പോയാൽ മാത്രമേ ഞാൻ ഷോർട്ട് സൈഡിലോട്ട് ചെയ്യുന്നുള്ളൂ. അല്ലെങ്കിൽ സെൽ ഓൺ ദ റൈസ്. ഓക്കെ, ഈ ഒരു സ്ട്രാറ്റജി തന്നെ യൂസ് ചെയ്യും. സെൽ ഓൺ ദ റൈസ്, ഗ്യാപ്പ് അപ്പ് ആണെങ്കിൽ മുകളിൽ നിന്ന് സെല് ചെയ്യും, ഗ്യാപ്പ് ഡൗൺ ആണെങ്കിൽ താഴെ നിന്ന് ബൈ ചെയ്യും. സിമ്പിളാണ്. ഈ ഒരു പാറ്റേണിൽ തന്നെയാണ് മാർക്കറ്റ് കുറേ നാളായിട്ട് യൂസ് ചെയ്യുന്നത്. സോ നിങ്ങൾ ആ ഒരു ഇത് വെച്ച് മാത്രം ട്രേഡ് ചെയ്താൽ മതി. ഗ്യാപ്പ് അപ്പ് ആണെങ്കിൽ സെൽ ഓൺ ദ റൈസ്, ഗ്യാപ്പ് ഡൗൺ ആണെങ്കിൽ ബൈ ഓൺ ദ ഡിപ്പ്. എന്നിട്ട് ചെറിയ പോയിന്റ്സ് ഒരു 30-40 പോയിന്റ്സ് മുകളിലോട്ടും താഴോട്ടും ക്യാച്ച് ചെയ്യുക. അതാണ് ഇപ്പം കറൻ്റ്ലി നിഫ്റ്റിയിൽ നടക്കുന്ന ഒരു ട്രെൻഡ്. കാരണം നമുക്കൊരു ഡയറക്ഷണൽ ട്രേഡിനകത്തില്ല, ഒരു ബൈ സൈഡിലോട്ട് ഒരു ട്രേഡ് ഇല്ല. അതും ഒരു ട്രെൻഡിങ് മാർക്കറ്റ് എന്തായാലും വരുന്നില്ല. സോ ചെറിയ 20-30 പോയിന്റ്സ് നമ്മുടെ പ്രീമിയത്തിൽ ക്യാച്ച് ചെയ്യുക, എക്സിറ്റ് ചെയ്യുക. അതാണ് ഞാനും ലാസ്റ്റ് കുറേ ദിവസങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ എൻ്റെ ഒരു പൊസിഷൻ ഇവിടുന്ന് ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്. അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് നല്ല ക്ലോസ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ ഫോർഗെറ്റ് ചെയ്ത് പോയി, കാരണം ഞാൻ ഉറങ്ങിപ്പോയായിരുന്നു. സോ നമ്മൾ മാർക്കറ്റ് അപ്പം നാളെ മാർക്കറ്റ് ഗ്യാപ്പ് ഡൗൺ ആണെങ്കിൽ എൻ്റെ പൊസിഷൻ ലോസിലായിരിക്കും ഓപ്പൺ ചെയ്യുക. ബട്ട് ഞാൻ അവിടെ നിന്ന് ആഡ് ഓൺ ചെയ്യും. അതല്ല, ഈ ലോ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ പൊസിഷൻ കട്ട് ചെയ്യും. ഇപ്പോൾ ഹോൾഡ് ചെയ്തിട്ടുള്ളത് പ്രോഫിറ്റിലാണ്. ഓക്കെ, സോ അപ്പോൾ നാളെ എൻ്റെ പ്ലാൻ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. മാർക്കറ്റ് ഒരു ഗ്യാപ്പ് ഡൗണിലാണ് വീഴുന്നതെങ്കിൽ ഐ എം ഗോ വിത്ത് ബൈ ഫ്രം ഹിയർ. ഓക്കെ, ഇതിൻ്റെ താഴെ ഈ ഒരു ലെവലിൻ്റെ താഴെ 23,100 താഴെ ഞാൻ മാർക്കറ്റിനെ ഷോർട്ട് ചെയ്യും. മേ ബി നാളെ മാർക്കറ്റ് ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ചെയ്യുന്നെങ്കിൽ സെൽ ഓൺ ദ റൈസ്. അതല്ല, മാർക്കറ്റ് 23,274 മുകളിൽ മാർക്കറ്റ് ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ വീണ്ടും ബൈ തന്നെ ചെയ്യും. മുകളിലോട്ടുള്ള ടാർഗറ്റ് 23,360, 23,457. ഓക്കെ, സോ ഇതൊക്കെയാണ് ലെവൽസ്. ഈ ഒരു ട്രെൻഡ് ലൈൻ മാർക്കറ്റിൽ നിന്ന് റെസ്പെക്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ കയറിയാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ബട്ട് ഗ്ലോബൽ മാർക്കറ്റിൻ്റെ കണ്ടീഷൻ വീക്ക് ആയതുകൊണ്ട് തന്നെ ഇപ്പം നിഫ്റ്റിയുടെ കണ്ടീഷൻ നോക്കിയാൽ ഒരു 200 പോയിന്റ്സ് ഡൗൺ ആണ്. സോ ഒബ്വിയസ്ലി നാളെ നിഫ്റ്റി ഡൗൺ ആയിരിക്കും 100%. നൈറ്റിൽ വേറെ ഒന്നും നടന്നില്ലെങ്കിൽ നോക്കാം, രാത്രിയിൽ എന്തെങ്കിലും നടക്കുമോ, നിഫ്റ്റി റിക്കവർ ചെയ്യുമോ ഇല്ലെന്നൊന്നും അറിയില്ല. മേ ബി നോക്കാം നമുക്ക് എന്താ നടക്കാമെന്ന്, അത് വെച്ചിട്ട് നമുക്ക് ട്രേഡ് ചെയ്യാം. സോ ഇതൊക്കെയാണ് നാളെ നമ്മുടെ ലെവൽസ്.
സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്മിറ്റ് ചാനൽ. നിങ്ങൾ ജസ്റ്റ് കാണുന്നവർ 100 പേരാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒരു ലൈക്ക് ചെയ്യുക. നിങ്ങൾ കാണുന്നവരകത്ത് ലൈക്ക് ചെയ്യുക. ജസ്റ്റ് കാണുന്ന സമയത്ത് ഒരു 100 to 150 ആളുകളെ കാണുന്നുണ്ട്. സോ നിങ്ങൾ പ്ലീസ് ഒരു ലൈക്ക് ചെയ്യാം. ഞാൻ പറയാറില്ല സാധാരണ ഇങ്ങനെ ചെയ്യാം. ജസ്റ്റ് എന്തെങ്കിലും ഒരു കമൻറ്റ് ഡ്രോപ്പ് ചെയ്യുക. ഓക്കെ, സോ അല്ലെങ്കിൽ എഫർട്ട് വെറുതെ ആയിപ്പോവും. ദാറ്റ്സ് വൈ ഐ ടോൾഡ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഒരു ലൈക്ക് ചെയ്യുക. ഓക്കെ, ബൈ. സോ ഗുഡ് നൈറ്റ്.